ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻ്റായിട്ടും കൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നൊരു അടിപൊളി ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ എത്തിയിട്ടുള്ളത്. നമുക്ക് ലഡുവൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ കുറച്ചധികം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിട്ട് മക്കൾസിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സിമ്പിൾ ലഡുവിൻ്റെ റെസിപ്പി. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 4 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അത് ആദ്യമേ തന്നെ ഒരു ബൗളിലേക്ക് ഒന്ന് അരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് കളറിന് ആവശ്യത്തിന് സ്വല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ശേഷം സ്വല്പമായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ ഇളക്കി കട്ടയൊന്നും ഇല്ലാതെ കറക്റ്റ് മാവിൻ്റെ പരുവത്തിൽ എടുക്കണം. ഇതിൻ്റെ മാവെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലൂസും ആവരുത്, ഒരുപാട് ടൈറ്റും ആവരുത്. കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ കിട്ടണം കേട്ടോ. ഇതാ കണ്ടോ, ഒരു ദോശമാവിനേക്കാളൊക്കെ കുറച്ചൊന്ന് ലൂസ്, എന്നാൽ അധികം ലൂസ് ആവുകയും ചെയ്യരുത് കേട്ടോ. അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് നമുക്ക് റെഡിയാക്കി വെക്കാം കേട്ടോ. ഈ മാവ് റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണയൊന്ന് ചൂടാക്കാൻ വയ്ക്കാം. ഇനി ഇതെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴാണ് ലഡുവിൻ്റെ ബൂന്തി റെഡിയാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇത് കോരി അങ്ങ് ഒഴിച്ച് അപ്പമൊക്കെ ചുടില്ലേ, അതുപോലെ പയ്യെ കോരി ഒഴിച്ച് അങ്ങ് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ. ഈ അരിപ്പയിലൊക്കെ വെച്ച് അരിച്ചെടുക്കണം അത്രയും നേരം ഇങ്ങനെ മെനക്കെട്ട് ഇതിന് വേണ്ടി നിൽക്കണ്ട. ഞാനിതുപോലെയാണ് കേട്ടോ ചെയ്തെടുക്കാറ്. അപ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയുകയും ചെയ്യും, ഒരുപാട് സമയം ഇതിന് വേണ്ടി നിൽക്കുകയും വേണ്ട. അപ്പോൾ നമുക്ക് മാവെല്ലാം അങ്ങനെ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അതൊഴിച്ച് ഒരു 2 സെക്കൻഡും കൊണ്ട് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. പെട്ടെന്ന് തന്നെ കോരിയെടുക്കണം. അധികം മുരിഞ്ഞു പോകാനും കരിയാനൊന്നും നിൽക്കണ്ട. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് വേഗം അങ്ങ് പൊരിച്ച് കോരിയെടുക്കാം കേട്ടോ. എല്ലാം പൊരിച്ച് കോരി സെറ്റാക്കി വെച്ചു. അപ്പോൾ ഇനി അതൊരു മിക്സിയുടെ ജാറിൽ നമുക്കൊന്നങ്ങ് പൾസിൽ ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ക്രഷ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ചൂടങ്ങ് ആറിയിട്ടുണ്ടായില്ല. അപ്പോൾ പിന്നെ അതവിടെ വച്ചിട്ട് പഞ്ചസാര പാനിക്കുള്ള പരിപാടിക്ക് നിന്നേ. ഇനി ഞാനിവിടെ 4 കപ്പ് കടലമാവിന് ഒരു 1.25 കപ്പ് പഞ്ചസാരയായിട്ട് എടുത്തേക്കണേ. 1 കപ്പും സ്വല്പം കൂടെ കൂടിയിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു അരനൂൽ പരുവ് ആവണ വരെ നല്ലതുപോലെ അങ്ങ് തിളപ്പിച്ചെടുക്കണം കേട്ടോ. എൻ്റെ 4 കപ്പിലെ ബൂന്തിക്ക് കറക്റ്റായിരുന്നു അത്രയും ഇത്. ഇപ്പം നിങ്ങൾക്കടെ മധുരത്തിന് സ്വല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ അതേ ബൂന്തിയൊക്കെ പൊരിച്ചത് മിക്സിയിൽ ക്രഷ് ചെയ്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അധികം ഓയിൽ കുടിക്കുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോഴേക്കും പഞ്ചസാര പാനിയും സെറ്റായി. ഇനി നമുക്ക് ഒരു ഇളക്കാനൊക്കെ വിസ്താരമുള്ള ഒരു പാത്രത്തിലേക്ക് ബൂന്തി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ പഞ്ചസാര പാനി അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ കൈയെടുക്കാണ്ട് അങ്ങ് ഇളക്കി നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം കേട്ടോ. എല്ലാ വശത്തും ബൂന്തി ഫുള്ള് ആ പാവ് ആവണ രീതിയിൽ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കണേ. ഒരു 5 മിനിറ്റ് അങ്ങ് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേനും ചെറുതായിട്ടങ്ങ് ചൂട് മാറും, എല്ലായിടത്തും പാനിയായി ലഡു ഉണ്ട പിടിക്കാനുള്ള സെറ്റപ്പിലായി കിട്ടും കേട്ടോ. ഇനി നമുക്ക് അധികം ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമുക്കിഷ്ടമുള്ള വലിപ്പത്തിൽ ബോളുകൾ ഇട്ട് ഉരുട്ടി സെറ്റാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നോർമൽ ലഡുവിൻ്റെ വലിപ്പത്തിലുള്ള ബോളുകളായിട്ടാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് ഇത്രയും മാവിന്ന്, അതായത് ഒരു 4 കപ്പ് 250 ml 4 കപ്പ് കടലമാവിന്ന് ഏകദേശം ഒരു 26 ലഡുവോളം കിട്ടി കേട്ടോ. 26 ലഡു കറക്റ്റായിരുന്നു. കറക്റ്റായിട്ട് അത്രയും ലഡുവോളം കിട്ടി. അപ്പം നമ്മൾ കുറച്ചധികം ഉണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലങ്ങ് സ്റ്റോർ ചെയ്താൽ മക്കൾസുള്ളിടത്തൊക്കെ പെട്ടെന്ന് കഴിയും, എന്നാലും കുറേ നാളത്തേക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണും വരേക്കും. ബായ്.